എറണാകുളം വടക്കൻ പറവൂരിൽ യുവാവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഭാര്യ അറസ്റ്റിൽ. ഈ മാസം 2-ാം തീയതിയാണ് പറവൂർ കുഞ്ഞിത്തൈയിലെ വീട്ടിൽ വെച്ച് സിബിന് വയറ്റിൽ കത്രിക കുത്തേൽക്കുന്നത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. വീട്ടുവഴക്കിനിടെ ഭാര്യ രമണി കത്രികയ്ക്ക് കുത്തിയതായാണ് പറയുന്നത്. സ്വയം പ്രതിരോധിക്കാൻ കുത്തിയതെന്നാണ് ഭാര്യയുടെ മൊഴി. നവമി ദിനേശ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി. നവമി, ഇത് സംഭവം ഈ ഭാര്യയുമായിട്ടുള്ള തർക്കത്തിനിടെ ഭാര്യ ഭർത്താവിനെ കുത്തിയതാണ് എന്ന് ഈ മരണത്തിന് ശേഷമാണോ പോലീസിന് വിവരം ലഭിച്ചത്? ടോമി, സംഭവം നടന്ന ശേഷം ആദ്യം പോലീസും കുടുംബവും കരുതിയത് അസ്വാഭാവിക മരണമെന്നാണ്. കാരണം അങ്ങനെയാണ് രമണി കുടുംബത്തോടും പോലീസിനോടും ഇക്കാര്യം പറഞ്ഞത്. താനുമായി തന്റെ ഭർത്താവ് സിബിൻ വഴക്കുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വീട്ടിൽ വഴക്ക് രൂക്ഷമായപ്പോൾ സിബിന്റെ കയ്യിൽ തന്നെ ഒരു കത്രിക കരുതിയിരുന്നു. ആ കത്രിക ഭിത്തിയിലേക്ക് വലിച്ചെറിഞ്ഞു. ആ ഭിത്തിയിലേക്ക് വലിച്ചെറിഞ്ഞ കത്രിക തിരിച്ചു വന്ന് സിബിന്റെ ദേഹത്ത് കുത്തി തറയ്ക്കുകയായിരുന്നു എന്നുള്ള മൊഴിയായിരുന്നു രമണി ആദ്യം പോലീസിനോടും കുടുംബത്തോടും ഒക്കെ പറഞ്ഞത്. പക്ഷേ സിബിന്റെ മാതാവിനൊരു സംശയം തോന്നിയിരുന്നു. കാരണം ഇതിനു മുൻപും പലതവണ ഇവർ തമ്മിൽ തർക്കങ്ങൾ തുടർന്നിരുന്നു. ഈ തർക്കത്തെ തുടർന്ന് രമണി തന്നെ കുത്തി കൊലപ്പെടുത്തിയതാണോ എന്നുള്ളൊരു സംശയം പോലീസിനോട് പറഞ്ഞിരുന്നു. അതിനെ തുടർന്നാണ് വടക്കേക്കര പോലീസിന് സിബിന്റെ മാതാവ് പരാതി നൽകിയത്. രമണിയാണ് തന്റെ മകനെ കൊലപ്പെടുത്തിയതെന്ന് തനിക്ക് സംശയമുണ്ടെന്നുള്ള തരത്തിലുള്ളൊരു കേസായിരുന്നു നൽകിയിരുന്നത്. തുടർന്ന് രമണിയെ വിശദമായി പരിശോധിച്ചപ്പോഴാണ് ഈ വിവരം വ്യക്തമാകുന്നത്. അന്ന് ഈ സംഭവം നടക്കുന്ന ദിവസം, അതായത് തിങ്കളാഴ്ച വൈകുന്നേരം സിബിൻ വീട്ടിലേക്ക് കയറി വരികയും ഭാര്യ രമണിയുമായി വലിയ രീതിയിൽ തർക്കമുണ്ടായി. തുടർന്ന് രമണി ഓടി മുറിയിലേക്ക് കടന്ന് റൂം കുറ്റിയിട്ടു. പക്ഷേ മുറി ചവിട്ടി തുറന്ന് അകത്തേക്ക് വന്ന് ആ സമയത്ത് സിബിന്റെ കയ്യിൽ ഒരു കത്രിക ഉണ്ടായിരുന്നു. ആ കത്രിക വെച്ച് തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഇത് പ്രതിരോധിക്കുന്നതിനിടയിലാണ് സിബിന്റെ കയ്യിൽ നിന്നും കത്രിക പിടിച്ചു വാങ്ങി തിരിച്ച് സിബിനെ തന്നെ കുത്തുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീട് ഇത് പേടിച്ചിട്ടാണ് പുറത്തേക്ക് പറയാത്തതെന്നും പോലീസിന് മൊഴി നൽകി. ഏതായാലും പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ്. ഒരു പ്രതിരോധം, ഒരു സ്ത്രീയെ ആക്രമിക്കാൻ വന്നതിന്റെ ഒരു പ്രതിരോധം എന്നോണം അവർ നിവർത്തിയില്ലാതെ ചെയ്തു പോയി എന്നുള്ളൊരു തരത്തിലാണ് പോലീസ് ഇതിനെ കണക്കാക്കുന്നത്. അതുകൊണ്ട് മനഃപൂർവ്വമല്ലാത്തൊരു നരഹത്യ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. പക്ഷേ ഈ കൊലപാതകം മറച്ചുവെച്ചതും മറ്റൊരു വകുപ്പായി തന്നെ പോലീസ് കണക്കാക്കും. അതിനു വേണ്ടിയിട്ടുള്ള വകുപ്പുകൾ ചുമത്താനുള്ള രീതിയിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. എന്തായാലും രമണി കുറ്റം സമ്മതിച്ചിരിക്കുകയാണ്. തന്റെ ഭർത്താവ് സിബിനെ താൻ തന്നെയാണ് കുത്തി കൊലപ്പെടുത്തിയത്. താനുമായി തർക്കമുണ്ടായതിനെ തുടർന്ന് തന്നെ കൊലപ്പെടുത്തും എന്ന് തോന്നിയതുകൊണ്ട് ഒരു രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ രമണിയുടെ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിലെടുത്ത് അങ്ങനെ കരുതുന്നുണ്ടോ? ഈ സ്വയം പ്രതിരോധിക്കാൻ കുത്തിയതെന്നാണോ പോലീസിന്റെ ഒരു വിലയിരുത്തൽ? കാരണം ഇവർ തമ്മിൽ മുൻപും വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടെന്ന് സിബിന്റെ മാതാവ് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ആസൂത്രിതമായിട്ടുള്ള കൊലപാതകമായി കൂടി സംശയിക്കണോ നവമി? അങ്ങനെ ഒരു ആസൂത്രിത കൊലപാതകമാണെന്നുള്ളൊരു സംശയം പോലീസിനില്ല. കാരണം പോലീസും ഇത് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. രമണിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഈ നാട്ടുകാരും അതുപോലെ സമീപവാസികളൊക്കെ ഇത് പറയുന്നുണ്ട്. ഇവർ തമ്മിൽ സ്ഥിരം തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സിബിൻ പലപ്പോഴും രമണിയെ മർദ്ദിക്കുന്നതായും ഇവർ കാണുന്നുണ്ട്. പലരോടും രമണി ഇത് പരാതിയായി പറയുകയും ചെയ്തിട്ടുണ്ട്. തന്നെ നിരന്തരം ഭർത്താവ് മർദ്ദിക്കുന്നുണ്ട്. മദ്യപാനത്തിന് അടിമ കൂടിയാണ് സിബിൻ. ഈ ഒരു ഘട്ടത്തിൽ ഈ അയൽവാസികളും ഇത് പറയുകയും ചെയ്യുന്നുണ്ട്. രമണിയെ പലതവണ ഇതുപോലെ വന്ന് ഉപദ്രവിക്കുകയും രാത്രിയൊക്കെ വലിയ രീതിയിൽ മർദ്ദനമൊക്കെ രമണിക്ക് ഏൽക്കേണ്ടി വരുന്നതും ഒക്കെ നാട്ടുകാരും സ്ഥിരീകരിക്കുന്നുണ്ട്. പോലീസ് അതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം കൂടി നടത്തിയിട്ടുണ്ട്. ഇതിൽ നിന്നുമൊക്കെ പോലീസിന് മനസ്സിലായത് രമണി ആ ഒരു അവസ്ഥയിൽ തന്നെ കൊലപ്പെടുത്താൻ വന്ന ഭർത്താവിൽ നിന്നും രക്ഷ നേടാൻ തന്നെയാണ് തിരിച്ച് കത്രിക ഉപയോഗിച്ച് കൊലപ്പെടുത്തിയതെന്നും പോലീസും അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അന്വേഷണം ഇപ്പോഴും പോലീസിന്റെ ഭാഗത്തു നിന്ന് തുടരുന്നുണ്ട് കേട്ടോ. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. പറവൂരിലെ യുവാവിന്റെ മരണം കൊലപാതകമെന്ന് നൽകിയിരിക്കുന്ന സംഭവത്തിൽ ഭാര്യ രമണിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു.